വേറിട്ട ചിന്തയുടെ എല്ലാ പ്രിയമാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറയുകയുണ്ടായി, ബഹുമാനപ്പെട്ട ഇട്ടൂപ്പ് ആലുങ്കൽ കോർ എപ്പിസ്കോപ്പ അവർകൾ തൃത്വ വിഷയത്തെക്കുറിച്ച് താൻ അവതരിപ്പിച്ച ചില പഠനങ്ങളും മാത്രമല്ല പെന്തക്കോസ്ത് പാസ്റ്റർമാർ ഇന്നുവരെയും ആ വിഷയത്തെ വേണ്ടതുപോലെ അവതരിപ്പിച്ചിട്ടുള്ളതായി താൻ കേട്ടിട്ടില്ല എന്ന് പറയുകയും ചെയ്തു. മാത്രമല്ല വിശുദ്ധ തൃത്വം എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കി ബഹുമാനപ്പെട്ട അച്ഛൻ ഏകദേശം എൻ്റെ ശ്രദ്ധയിൽ 10ാം ഭാഗം വരെ ചെയ്തതായിട്ട് ഞാൻ കേട്ടു. എന്നാൽ അച്ഛൻ ആ ഓരോ എപ്പിസോഡുകൾ അവതരിപ്പിക്കുമ്പോഴും ഒരു പാസ്റ്റർ അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു, അങ്ങനെ ഒരു പഠിപ്പിക്കൽ ഞാൻ കേട്ടു എന്നൊക്കെ പറഞ്ഞാണ് അവതരിപ്പിക്കുന്നത്. ചിലപ്പോൾ ശരിയാകാം, ഒരു പക്ഷേങ്കിൽ അത് ശരിയല്ല എന്നും പറയാം. എന്നാൽ അത് ശരിയല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ചിന്തിക്കുന്നവരുടെ മുന്നിൽ അച്ഛൻ ആ ഭാഗം എവിടെയാണ് കേട്ടത് വീഡിയോ ആയിട്ടാണെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം ജസ്റ്റ് ജനത്തെ ഒന്ന് കേൾപ്പിക്കുന്നത് നന്നായിരിക്കും. അത് ആ അവതരിപ്പിച്ച വ്യക്തിയെ തരം താഴ്ത്തുകയാണെന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അതങ്ങനെ ഇരിക്കട്ടെ. അല്ല, അച്ഛൻ പറയുന്ന കാര്യത്തിൽ സത്യസന്ധതയും വ്യക്തതയും ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് അത് പ്ലേ ചെയ്തത് എന്ന് ചിന്തിക്കുന്നവർക്ക് അതങ്ങനെയും ഇരിക്കട്ടെ. ഏതായാലും അച്ഛൻ പറയുന്ന കാര്യങ്ങൾക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ യാതൊരു അടിസ്ഥാന ഇല്ല എന്ന് വളരെ വ്യക്തമായി നമ്മൾ വേണ്ട വിധം ആ വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അച്ഛൻ പഠിപ്പിക്കുന്ന ചില സബ്ജക്റ്റുകളിലെ തെറ്റുകൾ എന്താണെന്ന് വചനത്തിലൂടെ തെളിയിച്ച് ഞാനത് ജനത്തിന് മുമ്പാകെ എത്തിച്ചിട്ടുണ്ട്. ഇനിയും ധാരാളം സബ്ജക്റ്റുകൾ എത്തിക്കുവാനുണ്ട്. അപ്പോൾ അതിനു മുൻപായി പെന്തക്കോസ്തിലെ സകല പാസ്റ്റർമാരും തൃത്വത്തെക്കുറിച്ച് വെറും അജ്ഞനാണ് എന്നുള്ള ധാരണയിൽ അച്ഛൻ പറഞ്ഞ ആശയത്തിൽ, അപ്പോൾ അച്ഛൻ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാമെന്ന് എനിക്ക് ബോധ്യമായി. അപ്പോൾ ഞാൻ അച്ഛനോടായിട്ട് ചില ചോദ്യങ്ങൾ സംശയമായിട്ട് ചോദിക്കുകയാണ്. എൻ്റെ സംശയം മാത്രമാണ്. തൃത്വത്തെക്കുറിച്ച് വളരെ വ്യക്തമായി അറിയാവുന്ന അച്ഛൻ അതിന് മറുപടി തരും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. അതിനു മുൻപ് ഞാൻ എൻ്റെ വിശ്വാസം എന്ന് പറയട്ടെ. ഞാൻ ത്രിയേക സത്യ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഞാനിവിടെ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ യവനെ ഏത് വിശ്വാസക്കാരനാടാ എന്നുള്ള ചിന്ത വരരുത്. എൻ്റെ ആദ്യകാല എപ്പിസോഡുകളിൽ ചില പാസ്റ്റർമാർ ഇദ്ദേഹം ബഹുദൈവ വിശ്വാസിയാണെന്ന് പറഞ്ഞ് എന്നെ തള്ളിക്കളഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള മുൻവിധി വരാതിരിക്കാൻ ഞാൻ പറയുകയാണ്, ഞാൻ ത്രിയേക ദൈവ വിശ്വാസത്തിൽ ഉള്ള ഒരാളും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെ നാമത്തിൽ മുങ്ങി സ്നാനമേറ്റ ഒരാളുമാണ്. അതും വിശ്വസിക്കാൻ പ്രായമുള്ളപ്പോൾ സ്വീകരിച്ച ഒരാളുമാണ്. എൻ്റെ ചോദ്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നതിന് മുൻപ് ഈ അച്ഛൻ തൃത്വത്തെക്കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട്. അതായത് ബേസിക്കായി ഇങ്ങനൊരു കാര്യം അറിഞ്ഞിരിക്കുകയാണെങ്കിൽ തൃത്വത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വളരെ എളുപ്പമുണ്ടെന്നാണ് അച്ഛൻ പറയുന്നത്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. പിതാവിൽ നിന്ന് പുത്രൻ ജനിക്കുന്നു എന്ന് പറയണം, പിതാവിൽ നിന്ന് പരിശുദ്ധ റൂഹ പുറപ്പെടുന്നു എന്ന് പറയണം. അപ്പോഴേ തൃത്വത്തിൽ ഏകത്വം വരുള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ കാര്യം ഓർപ്പിക്കുന്നത്. ശരി പഠിപ്പിച്ചില്ലെങ്കിൽ തെറ്റ് പഠിപ്പിക്കരുത്. ഇവിടെ അച്ഛൻ പറഞ്ഞതിൻ്റെ ആശയം ഇതാണ്. ത്രിയേക ദൈവം എന്ന് പറയുമ്പോൾ പിതാവാം ദൈവത്തിൽ നിന്നും പുത്രൻ ജനിച്ചു, അതുപോലെ തന്നെ പുറപ്പെടുന്ന ശക്തിയാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, മൂന്നായി കണ്ടു, അപ്പോൾ തന്നെ ഒരാളാണ്. എനിക്ക് തോന്നുന്നു അച്ഛൻ പറഞ്ഞ ആശയത്തെ ഉറപ്പിക്കാനായി ഞാനൊരു ആശയം പറയാം. അപ്പം ഞാനൊരു വ്യക്തി ഇവിടെയുണ്ട്, എന്നിൽ ദേഹിയും ആത്മാവും എന്ന വേറെ 2 ഘടകങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ ദേഹവും ദേഹിയും ആത്മാവും മൂന്നാണ്. അപ്പോൾ തന്നെ മൂന്നും
ഒറ്റ ശരീരത്തിൽ നിലകൊള്ളുന്നു. ഇതാണോ അച്ഛൻ ഉദ്ദേശിച്ചത്? ഇങ്ങനെ പറയുന്ന ധാരാളം ആളുകളുണ്ട്. എന്നോട് സഹോദരത്വത്തെക്കുറിച്ച് ഞാൻ പറയാം എന്ന് പറഞ്ഞ പല വ്യക്തികളും വെച്ച ഒരാശയം ഇതാണ്: നമ്മളിൽ ദേഹം, ദഹിയാത്മാവ് എന്ന് 3 ഭാഗങ്ങളിലെ ഉണ്ട്. അപ്പോൾ തന്നെ നമ്മൾ ഒരാളല്ലേ? അതെ. അങ്ങനെയെങ്കിൽ ഞാൻ അവരോടായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം: എൻ്റെ ദേഹം എവിടെയായിരിക്കുന്നുവോ അവിടെയായിരിക്കും എൻ്റെ ദേഹിയും എൻ്റെ ആത്മാവും. ഉറപ്പാണല്ലോ. ദേഹിക്ക് മാത്രം ചിന്തയായി എവിടെയെങ്കിലും പോകാൻ കഴിയുമെന്നല്ലാതെ എന്നെ വിട്ടു പോകാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ പോകുന്നത് മരണത്തിൽ മാത്രമേ ഉള്ളൂ. ആത്മാവും അതുപോലെ തന്നെ എന്നെ വിട്ട് എവിടെയെങ്കിലും പോകുന്നുണ്ടോ? എൻ്റെ ശരീരം വിട്ടു പോകുന്നുണ്ടോ? അങ്ങനെ പോകുന്നുവെങ്കിൽ പിതാവേ, എൻ്റെ ആത്മാവിനെ ഞാൻ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ശരീരം കുരിശിൽ കിടന്നു. അപ്പോൾ ദേഹി ഈ ശരീരം വിട്ടു പോകണമെങ്കിൽ മരണത്തിൽ മാത്രമേ നടക്കത്തുള്ളൂ. ആത്മാവും ഈ ശരീരം വിട്ടു പോകണമെങ്കിൽ മരണത്തിൽ മാത്രമേ സംഭവിക്കത്തുള്ളൂ. ഇത് ചിന്തിക്കാൻ അത്യാവശ്യം കഴിവുള്ളവർ മാത്രം കേട്ടാൽ മതി കേട്ടോ. ചുമ്മാ പറഞ്ഞ് ഇത് മനസ്സിലാകാതെ പറഞ്ഞ് യവൻ എന്നാ വിട്ടിത്തര പറയുന്നൊക്കെ പറഞ്ഞു പോകുന്നവർ അങ്ങനെ പോകട്ടെ. പക്ഷെ ചിന്തിക്കാൻ കഴിവുള്ള കുറച്ച് ആളുകളുണ്ട്, മനസ്സിലാക്കാൻ കഴിയുന്ന കുറേ ആളുകളുണ്ട്. അവർക്കായിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ യെശയ്യാ പ്രവചനം 48-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ, യഹോവയായ ദൈവവും തൻ്റെ ആത്മാവും എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോഴങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ സംഭവിക്കുന്നു? ഒരു ദേഹത്തെ വിട്ടു പോകാൻ എങ്ങനെ കഴിയും? തന്നെയല്ല, അതിനകത്ത് ശ്രദ്ധിച്ചോണം, യഹോവയായ കർത്താവും തൻ്റെ ആത്മാവും. നമ്മൾ മലയാളം ബൈബിളിൽ വായിക്കുമ്പോൾ യഹോവയായ കർത്താവ് തൻ്റെ ആത്മാവിനെയും എന്നെയും അയച്ചിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് തെറ്റാണ്. ഇംഗ്ലീഷ് ബൈബിളിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ദ ലോർഡ് ഗോഡ് ആൻഡ് ഹിസ് സ്പിരിറ്റ് ഹാത്ത് സെൻഡ് മീ. അപ്പോൾ അവിടെ അയക്കപ്പെടുവാൻ ഒരാളും അയക്കുവാൻ 2 ആളുകളും. അതാണല്ലോ ആൻഡ് വന്നത്. ആൻഡ് എന്ന് പറയുമ്പോൾ 2 വസ്തുക്കളെയോ 2 നാമങ്ങളെയോ കൂട്ടി ബന്ധിപ്പിക്കുന്നതാണ് ആൻഡ്. അപ്പോൾ ദ ലോർഡ് ഗോഡ് ആൻഡ് ഹിസ് സ്പിരിറ്റ് ഹാത്ത്. അപ്പോൾ ഇവിടെ യഹോവയായ കർത്താവിനെയും തൻ്റെ ആത്മാവിനെയും ആൻഡ് എന്ന പദം കൊണ്ട് 2ആയി വെട്ടി മാറ്റിയിരിക്കുകയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്നിൽ ആത്മാവുണ്ട്, ദേഹിയുണ്ട്. എൻ്റെ ദേഹം ഒരു സ്ഥലത്ത് ചെന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഞാൻ പറയുകയാണ്, ഞാനും വന്നിട്ടുണ്ട്, എൻ്റെ ആത്മാവും വന്നിട്ടുണ്ട് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഒരു ഫങ്ഷന് സംബന്ധിക്കുക, ഞാനും എൻ്റെ ആത്മാവും ഈ ഫങ്ഷന് സംബന്ധിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്തൊരു ഭാഷാ പ്രയോഗമാണത്. അതേസമയത്ത് ഞാനും എൻ്റെ ഭാര്യയും വന്നിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ ശരിയാണ്. അല്ലെങ്കിൽ ഞാനും എൻ്റെ സുഹൃത്തും വന്നിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ ശരിയാണ്. കാരണം സുഹൃത്തും ഞാനും രണ്ട് ആളുകളാണ്, ഭാര്യയും ഞാനും രണ്ട് വ്യക്തിയാണ്. പക്ഷേ ആത്മാവും ഞാനും 2ആയി കാണുന്നത് പ്രതിഭാസങ്ങളുടെ മാത്രമേയാണ്. ആളത്വങ്ങളുടെ 2ആയി കാണാൻ കഴിയില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് യഹോവയായ കർത്താവും തൻ്റെ ആത്മാവും എന്നെ അയച്ചിരിക്കുന്നു? ഈ അച്ഛൻ പറഞ്ഞത് യഹോവയിൽ നിന്ന് പുറപ്പെടുന്ന ശക്തിയാണ് ആ പരിശുദ്ധാത്മാവെങ്കിൽ, ഞാൻ ഒരാൾ ജയിച്ചെങ്കിൽ പറയുമോ, ഞാനും എൻ്റെ ശക്തിയും കൂടിയാണ് ആ മനുഷ്യനെ പിടിച്ച് നിർത്തിയതെന്ന് ആരെങ്കിലും പറയുമ്പോൾ നമുക്കൊക്കെ അത്യാവശ്യം ഭാഷകൾ അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിന് മറുപടി തരണം. ഏത്? യഹോവയായ കർത്താവും തൻ്റെ ആത്മാവും എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ 3 വ്യക്തികളായി തന്നെ ഇവിടെ കാണുന്നു. അതിന് തെളിവുകൾ ധാരാളമുണ്ട്, പിന്നാലെ വെളിപ്പെടുത്തി വരും. ഈ വീഡിയോയ്ക്ക് അല്പം ദൈർഘ്യം കൂടും. ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ, ചിന്തിക്കാൻ കഴിവുള്ളവർ മാത്രം സമയം ചെലവഴിച്ചാൽ മതി. ഇല്ല എങ്കിൽ ഒന്നും മനസ്സിലാകത്തില്ല. തന്നെയല്ല, ഇത് 2 എപ്പിസോഡാക്കിയ ഒരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു സബ്ജക്റ്റിനെ, ലോങ് സബ്ജക്റ്റിനെ ഹ്രസ്വമാക്കി 3 എപ്പിസോഡുകളാക്കി മാറ്റിയപ്പോൾ ആദ്യത്തെ ഭാഗത്ത് നിന്ന് ധാരാളം ശ്രോതാക്കളുണ്ടായി.
എന്നാൽ രണ്ടാമത്തെയും മൂന്നാമത്തെ ഭാഗങ്ങൾക്ക് ശ്രോതാക്കൾ കുറവ് വന്നു. അപ്പോൾ എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ, ഈ മനിഞ്ഞിരുന്ന് പറയുന്ന മീനിൻ്റെ തല മാത്രം കണ്ടാൽ അത് പാമ്പാണോ മീനാണോ സംശയിക്കും. എന്നാൽ തലയും വാലും കൂടി കാണുവാണെങ്കിൽ ഉറപ്പാകുന്നത് മീനാണെന്ന്. അപ്പോൾ തല മാത്രം കണ്ടിട്ട് കൺഫ്യൂഷനിൽ പോകുന്ന ആൾക്കാരുണ്ട്. ചേട്ടാ അത് പാമ്പാണോ അത് മീനാണോ? എന്നാൽ തലയും വാലും കൂടി കാണുന്നവർ പറയും അത് മീനാണെന്ന് പറയും. അപ്പോൾ എൻ്റെ ഈ ആദ്യത്തെ എപ്പിസോഡ് മാത്രം കേട്ടിട്ട് പോകുന്നവർ തല മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ അവർക്ക് സംശയമായി ഇവൻ എന്തോ പറയുന്നത് ശരിയാണോ തെറ്റാണോ. എന്നാൽ രണ്ടാമത്തെ ഭാഗം കൂടി കേട്ടവർക്ക് ഉറപ്പായി സംഭവം വചന സത്യമാണെന്ന്. അതുകൊണ്ട് ഞാൻ അല്പം ദൈർഘ്യം കൂടും. പഠിക്കാൻ താല്പര്യമുള്ളവർ സമയം ചിലവഴിച്ചിരുന്ന് കേൾക്കുന്നുവെങ്കിൽ നാളിതുവരെ നിങ്ങൾ കേൾക്കാത്ത ആശയങ്ങളും, അതിനാണ് വേറിട്ട് ചിന്തിത പറയുന്നത്, നാളിതുവരെ നിങ്ങൾ കേൾക്കാത്ത ചോദ്യങ്ങളും വരാൻ പോകുകയാണ്. ഇനി യഹോവയിൽ നിന്ന് ജനിച്ചതാണ് പുത്രൻ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേങ്കിൽ അച്ഛനിത് പറയാനുള്ള പ്രേരണ കിട്ടിയത് 2-ാം സങ്കീർത്തനത്തിൽ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇന്ന് ഞാൻ ഇവനെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ആ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഞാൻ ഇവനെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എന്നാണെന്ന് പറയണം. അപ്പോൾ യേശുവിനൊരു ആരംഭം ഉണ്ട് എന്ന് വളരെ വ്യക്തമായി. അപ്പോൾ ഈ വെളിപ്പാട് പുസ്തകത്തിൽ ഞാൻ അൽഫയും ഒമേഗയുമാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മളൊന്ന് വിലയിരുത്തി ചിന്തിക്കണം. അവിടെ പറയുമ്പോൾ അവൻ ആരംഭമില്ല, അവൻ്റെ വംശാവലിക്കും ആരംഭമില്ല എന്ന് പറയുമ്പോൾ ഈ അച്ഛൻ പറയുന്നു പിതാവിൽ നിന്ന് ജനിച്ചതാണ് പുത്രൻ. നമ്മളതിനെ ഇപ്പോൾ അച്ഛൻ പറഞ്ഞതാണോ ശരി, വിശുദ്ധ ബൈബിൾ പറയുന്നതാണോ ശരി എന്നൊരു കൺഫ്യൂഷൻ വരും. ഇത് രണ്ടും ശരിയാണ്. അതെങ്ങനെ പഠിക്കണമെന്നറിയാവോ? ക്രിസ്തു എന്നുള്ള ആ ഒരു പദവി ജനിച്ച കാര്യം പറയുന്നത്, ആ അസ്തിത്വം ജനിച്ച കാര്യമല്ല. അത് ദൈവത്തോട് സമത്വം ഉണ്ടായിരുന്ന ദൈവം, അനാദികാലം മുതലുള്ളവൻ, നിത്യതയിലുള്ളവൻ, ഇടയ്ക്ക് ക്രിസ്തു എന്ന പദവിക്ക് ജനിച്ചു വന്നു. അതിന് പറയുന്നത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇന്ന് ഞാൻ ഇവന് ജനിപ്പിച്ചിരിക്കുന്നു. ഞാനൊരു ഉദാഹരണം പറയാം. 2 പേർ തമ്മിൽ ഒരു കരാർ ഉണ്ടാക്കുകയാണെങ്കിൽ അത് എഴുതി പിടിപ്പിക്കുന്ന വ്യക്തി പറയും 2026 ആണ്ട് ഫെബ്രുവരി മാസം 4-ാം തീയതി 1-ാം കക്ഷിയായി എയും 2-ാം കക്ഷിയായി ബിയും തമ്മിൽ പരസ്പരം സമ്മതിച്ച് എഴുതി ജനിപ്പിച്ച കരാർ ഉപയോഗിക്കാറുണ്ടോ? അവിടെ ജനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആ കരാറിനൊരു ആരംഭം കുറിക്കുന്ന ദിവസമാണ്. ഏദൻ തോട്ടത്തിലെ സംഭവം യാദൃശികമല്ല. ദൈവത്തിന് വളരെ വ്യക്തമായി അറിയാം ഈ നന്മതിന്മകളെക്കുറിച്ച് തിരിച്ചറിയുന്ന ഫലത്തിൻ്റെ വൃക്ഷം അത് ഭക്ഷിക്കുമെന്നും ദൈവത്തിനറിയാം. ഞാൻ ഒറ്റ വാക്കിൽ പറയാറുണ്ട്, മനുഷ്യൻ്റെ ജീവിതമല്ല ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് ആ നന്മതിന്മകളിൽ നിന്നുള്ള ആ വൃക്ഷത്തിൽ നിന്നും ജീവൻ്റെ ഫലമുള്ള വൃക്ഷത്തിലേക്കുള്ള യാത്രയാണ് വിജയകരമായ വിശ്വാസ ജീവിതം. അതൊക്കെ വിശദീകരിക്കാൻ പോയ ധാരാളം മർമ്മങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. ഞാൻ അതൊന്നും പറയേണ്ട ഒരു വേദിയല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ ആ പാപം ചെയ്തു പോകുന്ന മനുഷ്യപുത്രനെ വീണ്ടെടുക്കുവാൻ ദൈവം മുന്നമേ വീണ്ടെടുപ്പിനുള്ള പദ്ധതി തയ്യാറാക്കി വെച്ചിട്ടാണ് മനുഷ്യനെ ഏദൻ തോട്ടത്തിലാക്കി വെച്ചത്. അതാണ് പറഞ്ഞത്, ലോകസ്ഥാപനത്തിന് മുൻപേ അറക്കപ്പെട്ട കുഞ്ഞാട് എന്നറക്കപ്പെട്ടത് ഇന്നേക്ക് 2000 ചില്ലാൻ വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി ക്രൂശിൽ ആണല്ലോ. എങ്കിൽ കർത്താവ് പറയുന്നു ലോകസ്ഥാപനത്തിന് മുൻപേ അറക്കപ്പെട്ട കുഞ്ഞാട്. അതിൻ്റെ അർത്ഥം അന്ന് അറക്കപ്പെട്ടു എന്നല്ല, അറക്കപ്പെടുവാൻ അന്ന് നിയോഗിച്ചു എന്നുള്ളതാണ് ആ ആശയത്തിന് അടിസ്ഥാനം കൊണ്ടെന്ന് പറയാം. അബ്രഹാം ഇസ്ഹാക്കിന് യാഗം കൽപ്പിച്ചില്ല. പക്ഷേ എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ വരുമ്പോൾ വിശ്വാസത്താൽ അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം അർപ്പിച്ചു. എന്താ എബ്രായ ലേഖന കർത്താവിന് അബദ്ധം പറ്റിയോ? അതോ നുണ പറഞ്ഞോ? ഇല്ല.
അവിടെ അതിനുവേണ്ടി നിയോഗിച്ച് ഏൽപ്പിച്ചപ്പോൾ തന്നെ സർവശക്തൻ അതിനെ യാഗമായി സ്വീകരിച്ചു എങ്കിൽ വീണുപോകുന്ന മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അറുക്കപ്പെടുവാൻ ഒരുവിനെ ലോകം ഉണ്ടാകുന്നതിന് മുൻപേ ദൈവം നിയോഗിച്ച് വെച്ചതിനെയാണ് ലോകസ്ഥാപനത്തിന് മുൻപ് അറുക്കപ്പെട്ട കുഞ്ഞാടെന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായി കാണും. ഈ കപ്പലുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ചെറിയ ലൈഫ് ബോട്ട് വെക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ഈ കപ്പൽ ഉണ്ടാക്കുന്നതിന് മുൻപേ ആദ്യം അത് തന്നെയാണോ ഉണ്ടാക്കിയെന്ന് ഓർത്ത്. കാരണം ഒരു കാലത്ത് ഇതൊരു അപകടം ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. അങ്ങനെ വന്നു പോയാൽ മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി ലൈഫ് ബോട്ട് കപ്പലിൽ കരുതിയിരിക്കുന്നത് പോലെ ഏതൻ തോട്ടത്തിൽ പാപം ചെയ്യുമെന്ന് മാതാവിനെക്കുറിച്ചും അവയെക്കുറിച്ചും വ്യക്തമായി ദൈവത്തിന് അറിയാമെന്നതുകൊണ്ട് ഈ കപ്പൽ മുങ്ങും. അവരെ രക്ഷിപ്പാനായി, മനുഷ്യവർഗത്തെ രക്ഷിപ്പാനായി ലൈഫ് ബോട്ട് എന്നതുപോലെ ലോകസ്ഥാപനത്തിന് മുമ്പ് അറുക്കപ്പെടുവാൻ കുഞ്ഞാടിനെ നിയോഗിച്ചു എന്നാണ് അച്ഛാ അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ 2-ാം സങ്കീർത്തനത്തിൽ പറയുമ്പോൾ അടുത്ത വാക്ക് ശ്രദ്ധിച്ചു വേണം. സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. അന്ന് വാഴിച്ചോ? വാഴിക്കാൻ പോകുന്നതേ ഉള്ളൂ. 1000 ആണ്ട് വാഴ്ചയിലാണിത് സംഭവിക്കുന്നത്. അതിൻ്റെ ആഴങ്ങളിലേക്ക് പോയാൽ എനിക്ക് തോന്നുന്നു വലിയൊരു പ്രസംഗമായി പോകുമ്പോൾ എന്ന്. കാരണം യെബൂസ്യരുടെ കയ്യിലിരിക്കുന്ന ഈ സിയോൻ പട്ടണത്തെ ദാവീദ് പിടിച്ചെടുത്തു. അതിൻ്റെ ആത്മീയ അർത്ഥവും ദൈവിക പദ്ധതിയും എന്താണെന്ന് അറിയാമോ? ശരി, അതൊരു പ്രസംഗമല്ലാത്തത് കൊണ്ട് ഞാൻ പഠനത്തിലേക്ക് തിരിച്ചു വരട്ടെ. അപ്പോൾ ഈ സിയോനിൽ ഞാൻ രാജാവിനെ വാഴിച്ചിരിക്കും എന്ന് പറയുമ്പോൾ അന്ന് വാഴിച്ചിട്ടില്ല അച്ഛാ. ദൈവം അതിനെ നിയോഗപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഒറ്റ വാക്കിൽ പറയുക, ഇന്ന് ഞാനവനെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ക്രിസ്തു ലോകത്തെ രക്ഷിപ്പാനായി അറുക്കപ്പെടേണ്ടതിന് ഒരു യാഗവസ്തുവായി യേശുവിനെ, അല്ലെങ്കിൽ തൃത്വത്തിൽ 2-ാമൻ എന്ന് നാം ധരിച്ചു വെച്ചിരിക്കുന്ന ആളത്വത്തെ ദൈവം നിയോഗിച്ചു എന്നതാണ് എൻ്റെ അർത്ഥം. ആ ഒരു നിയോഗത്തിലേക്ക് വേർതിരിക്കുവാനായി ഒരു അഭിഷേക കർമ്മം നടക്കുന്ന യോഹന്നാനിലൂടെയാണ്. അപ്പോൾ പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. 2-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് ഇവനെ ഞാൻ ജനിപ്പിച്ചിരിക്കുന്നു. എന്നാൽ സ്നാന സമയത്ത് പറഞ്ഞത് ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കാരണം ദൗത്യം തുടങ്ങാൻ പോകുകയാണ് ഇനി. അപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞ ആ ഭാഗം വിടട്ടെ. ഇന്ന് ഞാൻ ഇവനെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഈ പിതാവിലൂടെ പുത്രൻ ജനിച്ചു എന്നുള്ളതല്ല, മറിച്ച് ഈ ക്രിസ്തു എന്ന പദവിയിലേക്ക് ജനിപ്പിക്കുവാൻ നിയോഗിച്ചു വെച്ച കാലത്തെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ശക്തിയാണ് പരിശുദ്ധാത്മാവ്. അതെങ്ങനെ രണ്ടും രണ്ടായി കാണുന്നേ? പിതാവിൽ നിന്ന് വരുമെന്നാണ് പറഞ്ഞത്, പിതാവിൻ്റെ അടുക്കൽ നിന്ന് വരുമെന്നാണ് പറഞ്ഞത്. യേശു പിതാവിൽ നിന്ന് വന്നതാണോ പിതാവിൻ്റെ അടുക്കൽ നിന്ന് വന്നതാണോ? നമ്മളൊക്കെ ഈ വാക്കുകൾക്ക് അമിതമായ പ്രാധാന്യം കൊടുത്ത് ബൈബിൾ ഗ്രീക്കിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഹീബ്രുവിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ആരാമയിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നൊക്കെ പറയാറുണ്ടല്ലോ. അങ്ങനെ വേണം പഠിക്കാൻ, ഞാൻ സമ്മതിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ വാക്കിനെന്ത് നിങ്ങളതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല? യേശുവിൻ്റെ അടുക്കൽ ഒരു രക്തസ്രാവക്കാരിയായ സ്ത്രീ വന്നു. ആ സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടപ്പോൾ, ശ്രദ്ധിക്കുക, ചിലരൊക്കെ പ്രസംഗിക്കാറുണ്ട് ആ സ്ത്രീ വന്ന് യേശുവിൻ്റെ തൊങ്ങലിൽ തൊട്ടു. യേശുവിൻ്റെ പപ്പും തൊങ്ങലൊന്നും ഇല്ല കേട്ടോ. യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടു. വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ പറഞ്ഞ് എന്നിൽ നിന്നൊരു ശക്തി പുറപ്പെട്ടു. ശ്രദ്ധിക്കുക, എന്നിൽ നിന്ന്, എൻ്റെ അടുക്കൽ നിന്നല്ല. എന്നിൽ നിന്ന് പുറപ്പെട്ട ശക്തി അത് എൻ്റെ ശക്തി തന്നെയാണ്. പക്ഷേ എൻ്റെ അടുക്കൽ നിന്ന് വരികയാണെങ്കിൽ അത് മറ്റൊന്നായിരിക്കണം. അതല്ല വാക്കിൻ്റെ അർത്ഥം. ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നു എന്നല്ല പറഞ്ഞ, പിതാവിലേക്ക് പോകുന്നു എന്നല്ല പറഞ്ഞ. ഇത് ഈ പിതാവിൽ നിന്ന് തന്നെയാണ് പുത്രൻ വന്നത് എന്ന് പറഞ്ഞാൽ കുഴപ്പിക്കുന്ന 100 ചോദ്യങ്ങളുണ്ട്. എല്ലാം ചോദിക്കാൻ എൻ്റെ പക്കലുണ്ട്, പക്ഷെ സമയമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ മുൻപ് എപ്പിസോഡുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പെന്തക്കോസ് പാസ്റ്റർമാരുടെ ചോദ്യം ചോദിച്ചു. ഇതേ ചോദ്യം ഞാൻ ഇന്ന് ബഹുമാനപ്പെട്ട അച്ഛനോട് ചോദിക്കുകയാണ്.
പഴയ നിയമത്തിൽ പറയുന്ന യഹോവയാണോ പുതിയ നിയമത്തിൽ ക്രിസ്തു? അച്ഛൻ്റെ ഭാഗത്തുനിന്ന് അതേ എന്നുള്ള മറുപടി വരാനാണ് സാധ്യത. കാരണം പിതാവിൽ നിന്നാണ് പുത്രൻ ജനിച്ചതെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയെങ്കിൽ പിതാവ് തന്നെയാണ് യഹോവയായി വന്നതെങ്കിൽ എൻ്റെ ഒരു ചോദ്യം, ആദ്യത്തെ ചോദ്യം, ഈ യെശയ്യാപ്രവചനത്തിൻ്റെ 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, പ്രവാചകൻ കേട്ടൊരു കാര്യമാണ്, കർത്താവിൻ്റെ ഒരു ശബ്ദം കിട്ടും, അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു. അടുത്ത വാക്ക് ശ്രദ്ധിക്കണം, ആർ നമുക്ക് വേണ്ടി പോകും. നമുക്ക് എന്ന് പറയുന്നത് യഹോവയ്ക്കും യെശയ്യാപ്രവാചകനും വേണ്ടി പോകും എന്നാണോ ഉദ്ദേശിച്ചിരിക്കുന്നത്? അല്ല. പിന്നെ യഹോവയ്ക്കും ദൂതന്മാർക്കും വേണ്ടി പോകുമെന്നാണോ? ഒരിക്കലുമല്ല. യഹോവയ്ക്കും സറാഫുകൾക്കും വേണ്ടി പോകുമെന്നാണോ? സാധ്യത തീരെ കുറവ്. യഹോവയ്ക്കും കെരൂബുകൾക്കും വേണ്ടി പോകുമെന്നാണോ? ഒരിക്കലുമല്ല. പിന്നെ ആർക്ക് വേണ്ടിയാണ്? പറയണം, പിന്നെ ആർക്ക് വേണ്ടിയാണ്? മറുപടി കിടപ്പുണ്ട് 1 യോഹന്നാൻ 5:7. There are 3 that bear the record in heaven, Father, Word and Holy Host. അവിടെ എന്നിട്ട് പറയുന്നു these 3 are one. ശ്രദ്ധിക്കുക, this അല്ല, these 3 are, ഈസ് അല്ല, ആർ. ഈ പദപ്രയോഗങ്ങളൊക്കെ നമ്മൾ ഗ്രഹിപ്പിക്കുന്നത് അവിടെ ഒന്നിലധികം ആളുകൾ ഉണ്ടെന്നാണ്. നമുക്ക് ഗ്രാമർ അറിയാമല്ലോ, അത് വെച്ച് പഠിച്ചാൽ മതി. ഇപ്പോൾ ഡേവിഡ് പറഞ്ഞു വരുന്നത് 3 ദൈവങ്ങൾ ഉണ്ട് എന്നാണെങ്കിൽ, എൻ്റെ പൊന്നെ, എൻ്റെ ആശയം അതല്ല. എന്നാൽ ഞാൻ നിങ്ങളെ ഒരു ആശയത്തിലേക്ക് കൊണ്ടുപോകാൻ, ചിന്തിക്കാൻ കഴിയുമെങ്കിൽ എൻ്റെ ഒപ്പം വരിക. ദൈവമെന്ന പദം ഏകവചനമാണ്, പക്ഷേ ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ ബഹുവചനമാണ്. അപ്പോൾ ദൈവമെന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയും ഒരു ആളത്വവും, ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആളത്വങ്ങളുമായി, അല്ലേ? അപ്പോൾ അങ്ങനെയെങ്കിൽ ഇങ്ങൾ എന്ന 2 അക്ഷരമാണ് നമ്മളെ തെറ്റായ വിശ്വാസത്തിൽ കൊണ്ടെത്തിക്കുന്നത്. ശരിയാണല്ലോ. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായത്തിൽ യേശു പറയുന്നുണ്ട്, എൻ്റെ വചനങ്ങളെ പ്രമാണിക്കുന്നവനെ പിതാവ് സ്നേഹിക്കുന്നു, അവനെ ഞാനും സ്നേഹിക്കുന്നു. അപ്പോൾ ആരൊക്കെയാ? പിതാവും സ്നേഹിക്കുന്നു, ഞാനും സ്നേഹിക്കുന്നു. 2 പേരായല്ലോ. അടുത്ത വാക്ക് ശ്രദ്ധിക്കണം, ഞങ്ങൾ വന്ന് അവനോട് കൂടി പാർക്കും. അച്ഛാ, ഞങ്ങൾ വന്ന്, വേറിട്ട് ചിന്തയെ കുറ്റം പറയുന്ന ദൈവദാസന്മാരെ, ഞങ്ങൾ വന്നു. ഈ ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങൾ എങ്ങനെ കയറി വന്നു? ഞാൻ വന്നെന്ന് പറഞ്ഞാൽ പോരായിരുന്നു? അതാ ഞാൻ പറഞ്ഞ്, ചിന്തിക്കാൻ കഴിവുള്ളവർ മാത്രം എൻ്റെ കൂടെ പോരുക, അല്ലാത്തവർ ഇപ്പം തന്നെ ക്ലോസ് ചെയ്ത് ഇറങ്ങിപ്പോകുക. നിങ്ങൾ ഈ വീഡിയോ കേട്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ കേൾക്കാത്ത ചില ആശയങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങൾ ഗ്രഹിപ്പിക്കാൻ പോവുക. സാധാരണ ഈ പാസ്റ്റർമാരൊക്കെ കയറുന്നു, പരിശുദ്ധാത്മാവ് ഇങ്ങനെ ദൂത് പറയുന്നു, കർത്താവിനോട് ഇങ്ങനെ സംസാരിച്ചു എന്ന് പറയുന്ന ഒരു സംഗതിയല്ലാതെ, ഇത് പരിശുദ്ധാത്മാവിൽ പഠിച്ചതുകൊണ്ട് വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങളെ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ ഗ്രഹിപ്പിക്കും. അത് എൻ്റെ ശബ്ദത്തിലൂടെയായിരിക്കും എന്ന് മാത്രം. ഇവിടെ പറയുന്നു, ഞങ്ങൾ വന്ന് അവനോട് കൂടി പാർക്കും. ഞാൻ വന്ന് എന്ന് പറഞ്ഞാൽ പോരെ, കാരണം ഒരാളല്ലേ ഉള്ളൂ. അപ്പം ഞാൻ എന്നുള്ളിടത്ത് ഇൻ മാറിയിട്ട് ഇങ്ങൾ എങ്ങനെ വന്നു? എൻ്റെ ചോദ്യം അതാ. അങ്ങനെയെങ്കിൽ നമുക്ക് നേരെ ഈ ഞങ്ങളെന്ന് പറയുന്ന പുത്രനും ദൈവമാണ്, പിതാവും ദൈവമാണ്, 2 ദൈവമാണല്ലോ. എന്നിട്ട് പറയാം ഞങ്ങൾ. ഞാൻ എന്നുള്ളിടത്ത് ഇൻ മാറ്റിയിട്ട് ഇങ്ങൾ ആക്കിയപ്പോൾ ഞങ്ങളായി. എന്നാൽ നേരെ നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ, 2 പേരും ദൈവമാണല്ലോ. ദൈവം എന്നുള്ളതിൻ്റെ ആ 0 അങ്ങോട്ട് മാറ്റിയിട്ട് നമുക്ക് ഇങ്ങൾ അവിടെ ഒന്ന് ചേർത്ത് നോക്കിയാലോ, എന്തായി? ദൈവങ്ങളായി. ദൈവരീതി ഞാൻ പറയുന്നു, ദൈവങ്ങളുണ്ടെന്ന് ഞാൻ പഠിപ്പിച്ചെന്ന് നിങ്ങൾ പറയരുത്. ഞാനിവിടെ തൃത്വം നന്നായിട്ട് അറിയാമെന്ന് പറയുന്ന അച്ഛൻ ഇതിൻ്റെ മറുപടി തരുമോ എന്നറിയാൻ വേണ്ടി ഞാൻ ചോദിക്കും. പെന്തക്കോസ്ത് സഹോദരൻ, ഞാൻ സഭാചാർജുള്ള ആളല്ല കേട്ടോ. എന്നെ പാസ്റ്റർ എന്ന് പറയണമെങ്കിൽ ആടുകളെ നയിക്കുന്ന ഇടയനായിരിക്കണം.
ഞാൻ ഏകദേശം ഒരു 10 വർഷത്തോളമായി സഭാ ചാർജ് വിട്ട് ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു ശുശ്രൂഷയുണ്ട്, അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നു, ഞാൻ എന്നെ സ്വയം പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് സഹോദരൻ. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും പാസ്റ്റർ ഡേവിഡ് അടിമാരെന്ന് ഞാൻ എഴുതിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഡേവിഡ് അടിയവരെന്ന് മാത്രമേ വയ്ക്കാറുള്ളൂ, പേര് വയ്ക്കാറുള്ളൂ. അപ്പോൾ അതൊക്കെ പോട്ടെ. തൃത്വത്തെക്കുറിച്ച് പെന്തക്കോസ്ത് പാസ്റ്റർമാർക്ക് അറിയില്ല, എനിക്കറിയാമെന്ന് പൊതുജന സമക്ഷം അവതരിപ്പിച്ച അച്ഛനോട് ഞാൻ ചോദിക്കുക. ഞങ്ങൾ വന്നവനോടുകൂടി പാർക്കും, അവിടുത്തെ ഇങ്ങൾ മാറ്റിയാൽ ഞാൻ വന്നവനോടുകൂടി പാർക്കും. ശരി, ഈ ഞാൻ എന്നുള്ളിടത്ത് ഇൻ മാറ്റി ഇങ്ങൾ വന്നപ്പോൾ നമുക്ക് ആർക്കും പരാതിയില്ലല്ലോ, കാരണം അത് യേശു നേരിട്ട് പറഞ്ഞതാണ്. ഞാൻ ഈ ദൈവമായ യേശുവിനെയും ദൈവമായ യഹോവയും രണ്ടും കൂടി കൊണ്ടുവന്നിട്ട് പറയുകയാണ്, ദൈവം എന്നുള്ളിടത്ത് പൂജ്യം മാറ്റിയിട്ട് ഇങ്ങൾ ചേർത്താൽ അച്ഛാ അത് തെറ്റാണെന്ന് അച്ഛന് പറയാനുള്ള ആർജവമുണ്ടോ? ഉണ്ടെങ്കിൽ ഈ എളിയ സഹോദരനെ ജനസമക്ഷത്ത് തന്നെ ഒരു വീഡിയോയിൽ തന്നെ അതിൻ്റെ മറുപടി തന്ന് ഞങ്ങളിന്ന് സഹായിക്കണം. ഇനി അച്ഛനെ ഉറപ്പിക്കാൻ ഞാനൊരു കാര്യം പറയാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ഈ യേശു യഹൂദന്മാരോട് പറഞ്ഞു, 2-3 പേരുടെ വായ്മൊഴിയാൽ ഏത് കാര്യം ഉറപ്പാകുമെന്ന് നിങ്ങളുടെ പ്രമാണത്തിൽ പറയുന്നുണ്ടല്ലോ. ശരി, ഞാൻ നിങ്ങൾക്ക് 2 സാക്ഷികളെ തരാം. അപ്പോൾ എത്ര സാക്ഷികളാണ്? 2 പേരെ. 2 പേരുടെ സാക്ഷി കിട്ടിയാൽ പിന്നെ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല, ഞാൻ 1-ാമത്തെ സാക്ഷിയായി എൻ്റെ പിതാവിനെ തരുന്നു, 2-ാമത്തെ സാക്ഷിയായി ഞാൻ എന്നെ തരുന്നു. അവർ സ്വീകരിച്ചല്ലോ അച്ഛാ, അതെന്താ 2 വ്യക്തികളായിട്ടവിടെ കണ്ടല്ലോ, ഉറപ്പല്ലേ? ഇനി ഈ 2ഉം ഒരാളാണെന്ന് ഇരിക്കട്ടെ. ഉദാഹരണം, ജോർജ് എന്ന് പറയുന്ന ആളും ജോസഫ് എന്ന് പറയുന്ന 2ഉം ഒരാൾ തന്നെയാണെങ്കിൽ, ജോർജ് എന്ന് പേരെഴുതിയിട്ട് 1-ാം സാക്ഷി ഒപ്പ്, തൊട്ട് താഴെ 2-ാം സാക്ഷി ജോസഫ് എന്ന് പേരെഴുതിയിട്ട് ഒപ്പിട്ടാൽ പേര് 2ഉം 2ആണെങ്കിലും ആള് 2ഉം 1. സമ്മതിക്കുമോ? കരാറിൽ ഒപ്പിടാൻ സമ്മതിക്കുമോ? സമ്മതിക്കത്തില്ല. അതിന് 2 ആളുകൾ തന്നെ വേണം. ഇവിടെ ഇതാ 2 പേരെ യേശു കൊടുക്കുകയാണ്. 1 എൻ്റെ പിതാവ്, 1 ഞാൻ. ഇനി ചിലരൊക്കെ പറയുന്നു യഹോവയാണ് യേശുവായി വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ മനുഷ്യനെ രക്ഷിക്കാൻ. സമ്മതിച്ചു, ഞാനതുകൊണ്ട് സമ്മതിക്കും. യേശുനാമക്കാർ പറയും പോലെ ഒരു യഹോവ മുകളിലിരിക്കുന്നു, ഒരു യഹോവ താഴെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവയായ പിതാവേ എൻ്റെ പ്രാർത്ഥന കേൾക്കുമേ. പ്രാർത്ഥിക്കുന്ന ആരാ? പുത്രനായ യഹോവ. ആരോട് പ്രാർത്ഥിക്കുന്നു? പിതാവായ യഹോവയോട്. എന്നിട്ട് ഇവർ തന്നെ പറയും, ഞാൻ യഹോവ, ഞാൻ ഒരുത്തനെയുള്ളൂ. അതപ്പം ഇങ്ങനെ നോക്കുന്നേ. യേശുനാമക്കാർ ഇപ്പോൾ 2 യഹോവയെ കൊണ്ടുവന്നു. വചനം പറയുന്നു ഞാൻ യഹോവ, ഞാൻ ഒരുത്തനേ ഉള്ളൂ. വളരെ ശ്രദ്ധിക്കുക. എനിക്ക് പറയാൻ പറ്റുമോ? ഞാൻ ഡേവിഡ്, ഞാൻ ഒരുത്തനേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാളേ ഉള്ളൂ. പക്ഷെ ഡേവിഡ് ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഞങ്ങളുടെ നാട്ടിൽ വാ, ഞാനൊരു 3-4 ഡേവിഡന്മാരെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ആശയം മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഡേവിഡ്, വേറെ ഡേവിഡ് ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റുമില്ല. പക്ഷെ ഞാൻ ഡേവിഡ്, ഞാൻ ഒരുത്തനേ ഉള്ളൂ, വേറെ ഇല്ല. ഇവിടെ ഇതാ പറയുന്നത്, സ്വർഗത്തിലൊരു യഹോവ, ഭൂമിയിലൊരു യഹോവ. യേശുനാമക്കാർക്ക് ഇത് കത്തിക്കയറാൻ തുടങ്ങി. എതിരറിയാവോ? വേറിട്ട ചിന്തയുടെ വിശദീകരണം വന്നപ്പോൾ യേശുനാമക്കാർക്ക് കത്തിക്കയറാൻ തുടങ്ങി. അവരുടെ ശല്യം പാടേ അങ്ങോട്ട് ഒഴിഞ്ഞു. വിശേഷാൽ നമ്മുടെ ബഹുമാനപ്പെട്ട, നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന, ഞാൻ വളരെ ബഹുമാനിക്കുന്ന, എന്നേക്കാൾ വളരെ ശ്രേഷ്ഠനും ഉന്നതനുമായ ബഹുമാനപ്പെട്ട പൊന്നയ്ക്കൽ സർവൂലും ഈ പരിപാടി നിർത്തിവെച്ചു. എന്നിട്ട് ഇപ്പോൾ വേറെ വേദത്തിൻ്റെ പുറകെ പോവുകയാണ്. അതുകൊണ്ട് വേറിട്ട് ചിന്തയ്ക്ക് അതിൻ്റെ പിന്നിൽ ഒത്തിരി സന്തോഷിക്കാനുണ്ട്. ദുരുപദേശത്തിൻ്റെ തീനാളകളെ തല്ലിക്കെടുത്തുവാൻ വേറിട്ട ചിന്തയിലൂടെ കഴിഞ്ഞിട്ടുള്ളത് എന്നത് എൻ്റെ മാത്രമല്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷത്തിനായി ഞാൻ പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ കടന്നു വരട്ടെ. യഹോവയും യേശുവും ഇവിടെ 2ഉം 2ആയി കാണുന്നു. ഈ ഒരാളായിരുന്ന വ്യക്തി 2ആയി വന്നതിൻ്റെ കാരണം മനുഷ്യനെ രക്ഷിക്കാനാണ്. ആണെങ്കിൽ രക്ഷയുടെ പദ്ധതി കഴിയുമ്പോൾ 1 ആകണമല്ലോ. ഇല്ല എങ്കിൽ അന്ന് 1 ഇപ്പോൾ 3 ഉണ്ടെന്ന് പറയേണ്ടി വരുമോ? യെസ്, പറയണം. അല്ല, നിങ്ങൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇവരെ 3 കാണുകയാണെങ്കിൽ, എൻ്റെ ചോദ്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കുക,
യഹോവ ഒരുത്തനായിരുന്നു, അവനിൽ നിന്ന് പുത്രൻ ജനിച്ചു, അവനിൽ നിന്ന് ആളത്വമുള്ള ഒരു ശക്തിയും വന്നു. കാരണം പരിശുദ്ധാത്മാവിന് ആളത്വമുണ്ട്. അവൻ നിങ്ങളെ വഴി നടത്തും, അവൻ നിങ്ങൾക്ക് പറഞ്ഞു തരും, സകല സത്യത്തിൽ അവൻ വഴി നിൽക്കും, അവൻ എന്നേക്കും കൂടെ ഉണ്ടായിരിക്കും. അതെന്നല്ല പറഞ്ഞിരിക്കുന്ന അവൻ. അപ്പോൾ ആളത്വമുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, പിതാവിൽ നിന്ന് പുത്രൻ ജനിച്ചു, പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഒരാളത്വം ജനിച്ചു. മൂന്നായല്ലോ, ആയി. സ്വർഗത്തിൽ നിങ്ങൾ ചെല്ലുമ്പോൾ ഇത് മൂന്നും ഒന്നായി കാണുമോ അതോ മൂന്നും മൂന്നായി കാണുമോ? എൻ്റെ ചോദ്യം. മൂന്നായി കാണുമെങ്കിൽ ഇതിനകത്ത് ആരാണ് യഥാർത്ഥ ദൈവം? SVJക്കാർ പറയും പോലെ സർവശക്തിയായ ഒരു ദൈവം പിതാവ്, പിന്നെ കുട്ടി ദൈവങ്ങൾ. അവർക്ക് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഒന്നും അറിയില്ല, ഇതവർ വെളിപ്പെട്ടില്ല. ഷാജി ജോസഫ് പാസ്റ്റർ യേശുവിനെക്കുറിച്ച് പറയും, അത് ദൈവം എന്ന കാറ്റഗറിയിൽ ഒരു കുട്ടി ദൈവമാണ്, പക്ഷെ സർവശക്തനായ ദൈവമല്ല. എൻ്റെ ചോദ്യം, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇത് മൂന്നും മൂന്നായി നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ ആരെ ആരാധിക്കും? കാരണം there are three that bear the record in heaven. സ്വർഗത്തിൽ മൂവരുണ്ട്. ഒരാളല്ല, മൂവരുണ്ട്. മൂവരും ഒന്നാകുന്നു. അവിടെ ഒരു പോയിന്റ് ഉണ്ട്, മൂവരും ഒന്നാകുന്നു. ഇത് കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് വരാം. ഇവരെ നിങ്ങൾ എങ്ങനെ ആരാധിക്കും? ഇപ്പോഴേ പ്ലാൻ ചെയ്തോണം. എൻ്റെ ഈ പഠിപ്പിക്കലിനെ ഖണ്ഡിക്കുന്നവർ ഇപ്പം തന്നെ പ്ലാൻ ചെയ്തോണം. നിങ്ങൾ ദൈവരാജ്യത്തിൽ ചെന്നാൽ, കർത്താവിൻ്റെ അടുക്കൽ ചെന്നാൽ നിങ്ങളെ ആരെ ആരാധിക്കും? പക്ഷെ ഓൾറെഡി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വെളിപ്പാട് 5:13, സിംഹാസനത്തിലിരിക്കുന്നവനും കുഞ്ഞാടിനും മഹത്വവും ബലവും ശക്തിയും ബഹുമാനവും. അവിടെ ഒഴിവാക്കിയിട്ടില്ല. ഇവിടെ രണ്ടും രണ്ടായി തന്നെ കാണുന്നു. അച്ഛൻ പറഞ്ഞതുപോലെ പിതാവിൽ നിന്ന് പുത്രൻ ജനിച്ചു വന്നതാണെങ്കിൽ, ഇനി ഞാനൊന്ന് പറയാം, ഉദാഹരണം ഏറ്റവും യുക്തമായ ഉദാഹരണമായതുകൊണ്ട് നിങ്ങൾ അവനെ, ഞാൻ പറയുന്ന ആശയത്തെ ഒരു നല്ല ശുദ്ധിയോടുകൂടി അത് ഏറ്റെടുക്കുക. എനിക്കൊരു മകനുണ്ട്, അവൻ എന്നിൽ നിന്ന് ജനിച്ചതാണ്. ഇനി പറഞ്ഞാൽ അവൻ ജനിക്കുന്നതിന് മുമ്പ് അവനുണ്ട്. എവിടെയാ? എൻ്റെ ബ്ലഡിൽ അവനുണ്ട്. അവൻ ജനിക്കുന്നതിന് മുമ്പ് അവനും കൂടെ അടങ്ങിയ ഒരു ശരീരമാണ് ഞാനെന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ ശരിയാ. പക്ഷേ ഞാൻ ഒരാളാണ്. എൻ്റെ ബ്ലഡിൽ നിന്ന് അവൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടും രണ്ടാളായി. മനസ്സിലായോ? പഠിക്കുന്നവരോട് ചോദിക്കുന്ന മനസ്സിലായോ? വേറിട്ട് ചിന്ത ദുരുപദേശമാണെന്നും അവന് വലിയ പഠിത്തമല്ലെന്നും ഡോക്ടറേറ്റും ഇല്ല എന്നൊക്കെ പറഞ്ഞ് തള്ളിപ്പോയവരോട് ഞാൻ ചോദിക്കുക ഇതിൻ്റെ മറുപടി. എൻ്റെ മകൻ ജനിക്കുന്നതിന് മുമ്പ് അവൻ എന്നിലുണ്ടായിരുന്നു പറഞ്ഞാൽ ശാസ്ത്രം പറയും, അവൻ പറഞ്ഞ് ശരിയാന്ന് പറയും. പക്ഷെ ജനിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടും രണ്ടാളായി. ഇതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞ രീതിയിൽ യഹോവയിൽ നിന്ന് യേശു ജനിക്കുന്നത് വരെ യഹോവ ഒരാളായിരുന്നു. പക്ഷെ ജനിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടും രണ്ടാണോ ഒന്നാണോ? യേശു പറഞ്ഞു, ഞങ്ങൾ ഒന്നാകുന്നു, ഞാനും പിതാവ് ഒന്നാകുന്നു. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. അനേകരെ തെറ്റിദ്ധരിപ്പിച്ച് കുഴപ്പിച്ച് വെച്ചിരിക്കുന്ന ആശയമാണ്. അതൊന്നും ക്ലിയറാക്കാൻ പോകുന്നില്ല. ചിന്തിക്കുന്നവർക്ക് കാര്യം മനസ്സിലാക്കുന്ന ചെറിയ ആശയങ്ങൾ ഞാൻ പറയാം. യേശു അതേ ഭാഗത്ത് പറയും, പിതാവെ നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മിൽ ഒന്നായിരിക്കേണ്ടതിന്. അപ്പോൾ ഇവരെന്ന് പറയുമ്പോൾ എത്ര പേര് കാണും? ഞാൻ ചിന്തിക്കുന്നു കുറഞ്ഞ പക്ഷം 11 പേരെങ്കിലും ഉണ്ട്. അപ്പം ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ പിതാവ് തന്നെയാണ് ഞാൻ തന്നെയാണ് പിതാവ് എന്ന രീതിയിൽ ഒന്നായിരിക്കുന്നതാണെങ്കിൽ പത്രോസ് തന്നെയാണ് അന്ത്രോസ് തന്നെയാണ് യാക്കോബ് തന്നെയാണ് പത്രോസ് തന്നെയാണ് യോഹന്നാൻ തന്നെയാണ് തോമസ് തന്നെയാണ് തദായി എന്നൊക്കെ പഠിക്കേണ്ടി വരുമോ? കൺഫ്യൂഷനായില്ലേ? വേറിട്ട് ചിന്ത ഇത് വേറിട്ട് തന്നെയാണല്ലോ അല്ലേ? ഞാൻ സ്നേഹത്തോട് ചോദിക്കുന്നത് നിങ്ങളെ മറന്നു പോകരുത്. ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് ഓർമ്മയിൽ കിടക്കും. അപ്പോൾ ആ കൂട്ടത്തിലെ സബ്ജക്റ്റും കൂടി കിടക്കണം. അവിടെ കർത്താവ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, പിതാവേ നമ്മൾ ഐക്യത്തിലൊന്നായിരിക്കുന്നത് പോലെ ഇവരും ഐക്യത്തിലൊന്നാകണം. അതിന് ഉണ്ടായ വേദിയുണ്ടല്ലോ, പത്രോസിൻ്റെ ആദ്യത്തെ പ്രസംഗം 11 കൂടി എന്ന് പറഞ്ഞാൽ 11 പേര് എഴുന്നേറ്റു എന്നല്ല, 11 പേരും അവിടെ പ്രസംഗിച്ചെന്നല്ല. ആ പ്രസംഗ വിഷയത്തിൽ
അന്ന് നടക്കുന്ന പ്രസംഗത്തിൽ 11 പേർക്കും ഒരേ മനസ്സും ഒരേ ആത്മാവും ഒരേ ദാഹം ഒരേ ആകാംക്ഷ. അതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയെങ്കിൽ ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറഞ്ഞ യേശു ഇത് പ്രസംഗിച്ചുകൊണ്ട് ഞാനും പിതാവ് ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് യഹോവ തന്നെയാണ് യേശു, യേശു തന്നെയാണ് യഹോവ എന്ന് പറയുന്നവർ ഞാൻ ആദ്യം പറഞ്ഞ വാക്യം കണ്ടിട്ടില്ലേ? ഏത് വാക്യം? ഞങ്ങൾ വന്ന് അവനോട് പാർക്കും. അപ്പം ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറഞ്ഞ അതേ യേശു തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, അതേ ബൈബിളിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ വന്ന് അവനോട് കൂടി പാർക്കും. ഇതിലേതാണ് ശരി? യേശു ആദ്യം പറഞ്ഞതാണോ രണ്ടാമത് പറഞ്ഞാണോ ശരി? അതോ യേശു അവസരവാദിയോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഞാൻ നേരത്തെ പറഞ്ഞു ഇത് കൺഫ്യൂഷനിലാക്കാൻ പോകുന്ന ഒരു വിഷയം. അതുകൊണ്ട് ഈ ഇടുങ്ങിയ ചിന്താഗതിക്കാർ ഈ എപ്പിസോഡ് കേൾക്കരുത്. ചിന്തിക്കാൻ കഴിവില്ലാത്തൊരിത് കേൾക്കരുത്, നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഞാൻ ആരും തരം താഴ്ത്തി പറയുകയല്ല. കാരണം എൻ്റെ വീഡിയോയ്ക്കകത്ത് ചിലരുടെ കമൻറ്റുകളൊക്കെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി കേൾവിക്കാരുടെ ആ ഗ്രഹണ ശക്തി എത്രമാത്രം ഉണ്ടെന്ന്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തി ദയവിത് ക്ഷമിക്കണം കേട്ടോ. ഞാൻ ആരെയും തരം താഴ്ത്തി പറഞ്ഞില്ല. ഞാൻ എൻ്റെ ശുദ്ധമായ ഹൃദയത്തിൽ നിന്ന് പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ ഒന്നായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു ഉദാഹരണം പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. ഞാൻ വിവാഹം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഉപസമയമൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ആ കാർമ്മികം കഴിപ്പിച്ച ദൈവദാസൻ പറഞ്ഞു, ഒരു വചനം വായിച്ചിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ രണ്ടല്ല ഒരു ശരീരം അത്രേ. ഭയങ്കര സന്തോഷം തോന്നി. ഞങ്ങൾ പിറ്റേ ദിവസം KSRTC ബസ്സിൽ കയറി കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാൻ വന്നു. ഞാൻ ടിക്കറ്റ് എടുത്തു. എന്നാൽ വൈഫിനോട് ചോദിച്ചു, ഞങ്ങൾ ഒന്നത്രേ, രണ്ട് ശരീരമല്ല ഞങ്ങൾ ഒന്നത്രേ. ആഹാ, അപ്പോൾ പിന്നെ ഇവിടെ രണ്ടുപേരോട് ഇരിപ്പുണ്ടല്ലോ. അതൊക്കെ ശരിയാണ്, ഞങ്ങൾ ഒന്നത്രേ. എൻ്റെ പൊനി ചേട്ടാ കാശിനോട് തന്നേച്ച് രണ്ടുപേരും യാത്ര ചെയ്തോളാം പറഞ്ഞു. ശരിയല്ലേ? ഞങ്ങളൊന്ന് കർത്താവ് പറഞ്ഞ വചനമൊന്നും തെറ്റല്ല, ദൈവദാസൻ വായിപ്പിച്ച വചനവും തെറ്റല്ല, ദൈവദാസൻ ഡിക്ലെയർ ചെയ്തതും തെറ്റല്ല. പക്ഷേ വണ്ടിയെ കയറിയാൽ 2 പേർക്കും ടിക്കറ്റ് എടുക്കണം. ഞങ്ങളൊന്ന് തന്നെയാണ്. അതുപോലെ തന്നെ വിശക്കുമ്പോൾ ഞാൻ മാത്രം കഴിച്ചാൽ പോരാ, അവളും കൂടി ആഹാരം കഴിക്കണം. ഞങ്ങളൊന്നൊക്കെയാ. അവൾ ഡ്രസ്സ് ധരിക്കുമ്പോൾ ഞാൻ മാത്രം ഡ്രസ്സ് ധരിച്ചാൽ പോരാ, അല്ലെങ്കിൽ അവൾ മാത്രം ഡ്രസ്സ് ധരിച്ചാൽ പോരാ. ഞങ്ങൾ ഒരു സംഭവമൊക്കെ ശരിയാ, വചനം പറഞ്ഞതുപോലെ ഞങ്ങൾ ഒന്നാണ്. ഇപ്പോൾ കാര്യം മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ഒന്നാ എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് നമ്മൾ തിരിച്ചു വരേണ്ട സമയമുണ്ട്, തിരിച്ചു വരും. അപ്പോൾ യഹോവ തന്നെയാണ് യേശു എന്ന് പറഞ്ഞാൽ എന്നാണ് യേശു ഇനി യഹോവയായി മാറുമോ? ഹൈന്ദവ വിശ്വാസം പോലെ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ ഇവ ഒടുവിൽ ഇത് ഒന്നായി ചേർന്ന് പരമാത്മാവിൽ ലയിച്ചു ചേരും എന്നൊരു പഠനം ഉണ്ടെന്ന് ഞാനിങ്ങനെ കേൾക്കുണ്ടായി. അങ്ങനെയെങ്കിൽ ഇപ്പോൾ 3 നിൽക്കുന്നത് അന്ന് ഒന്നായി ചേരും എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അതിനെന്തെങ്കിലും തെളിവുണ്ടോ? ഇപ്പോൾ ഏതായാലും 3 വചനം പറയുന്നു, ദീസ് 3 ആർ 1. എവിടെ? സ്വർഗത്തിൽ 3 ആ 3 ഒന്നാകുന്നു എന്ന് പറഞ്ഞാൽ 3 കൂടി റബർക്കായിരിക്കും പോലെയല്ല. പണ്ട് പ്രാർത്ഥിച്ച് വെളിപ്പാട് പ്രാപിക്കാതെ സായിപ്പിൻ്റെ പുസ്തകം വായിച്ച് പഠിപ്പിക്കുന്ന കുറേ അധ്യാപകരുണ്ട്. അവർക്ക് പ്രാർത്ഥിക്കാനൊന്നും നേരമില്ല. കാരണം പുറകിലിങ്ങനെ പുസ്തകം അടുക്കി വെച്ചിരിക്കുക. ഇച്ചിരി സമയം കിട്ടിയ പുസ്തകം വായിക്കണം. ആരുടെ പുസ്തകം? സായിപ്പിൻ്റെ പുസ്തകം. കിട്ടുന്ന വെളിപ്പാട് ആരുടെ? സായിപ്പിൻ്റെ വെളിപ്പാട്. എന്നിട്ട് അതും വെച്ചിട്ട് പഠിപ്പിച്ചു. ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയുന്നതല്ല. അങ്ങനെ സംഭവിച്ചപ്പോൾ എനിക്കങ്ങനെ പറയാതിരിക്കാൻ പറ്റില്ല. ഈ റബ്ബർ കായ ഉണ്ടല്ലോ, കായ ഒന്നാണെങ്കിലും അകത്ത് 3 സാധനം ഉണ്ട്. അങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുകയാണെന്ന്. എൻ്റെ പൊന്നെ, അങ്ങനെയൊക്കെ പഠിപ്പിച്ച് കൂട്ടരുതേ. ഇനിയെങ്കിലും ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് പ്രാപിക്കുന്ന അഭിഷിക്തന്മാരുള്ള ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ തള്ളിക്കള. അതൊന്നും അല്ല എൻ്റെ ശരി. അപ്പോൾ എൻ്റെ ചോദ്യം, യഹോവയിൽ നിന്നാണ് യേശു വന്നതെങ്കിൽ എന്നത് തിരികെ യഹോവയിലേക്ക് ചേരും. പക്ഷെ ഞാൻ വായിച്ചിരിക്കുന്ന വാക്യങ്ങൾ മുഴുവൻ അവനിൽ നിന്ന് വന്നല്ല, അവൻ്റെ അടുക്കൽ നിന്ന് വന്നു എന്നാണ്. അതുപോലെ തന്നെ ഞാൻ അവനിൽ നിന്ന് വന്നതുകൊണ്ട് അവനിലേക്ക് തിരിച്ചു പോകുന്നല്ല, ഞാൻ അവൻ്റെ അടുക്കലേക്ക് പോകും. അടുക്കലേക്ക് ചെല്ലണമെങ്കിൽ
എന്തിൻ്റെ അടുക്കലേക്ക് പോകുന്നോ ആ വസ്തു അവിടെ ഉണ്ടായിരിക്കണം. എന്താണോ ചെല്ലുന്നത് ആ വസ്തു ഉണ്ടായിരിക്കണം. ഞാൻ എൻ്റെ അടുത്തിരിക്കുമോ എൻ്റെ മോന് വേണമെങ്കിൽ എൻ്റെ അടുത്തിരിക്കാം. എത്ര ലളിതമായ ആശയമാണ്. അപ്പോൾ പിതാവിൻ്റെ അടുക്കലേക്ക് ഞാൻ പോയി, എന്നിട്ട് പറയുന്നു അവൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ രണ്ടും രണ്ടല്ലേ. ശ്രദ്ധിച്ചോണം. ഇനി അടുത്ത വലിയ കുഴപ്പിക്കുന്നൊരു ചോദ്യം വരും. അങ്ങനെയെങ്കിൽ രണ്ടും രണ്ടാണെങ്കിൽ ഇവരിൽ ആരാണ് ദൈവം, സർവശക്തിയുള്ള ദൈവം? അത് തെളിയിക്കാൻ വിശുദ്ധ ബൈബിളിൽ വാക്യമുണ്ട്. പക്ഷേ എൻ്റെ ആ സബ്ജക്റ്റിൻ്റെ പ്രധാന ഭാഗങ്ങളായതുകൊണ്ട് ഞാൻ ഇപ്പോൾ അത് അവതരിപ്പിക്കുന്നില്ല. ഞാൻ പിതാവും ദൈവമാണ്, യേശുവും ദൈവമാണ്, പരിശുദ്ധാത്മാവും ദൈവമാണ്. മൂന്ന് തരത്തിൽ 3 അളവിലുള്ളതല്ല. സർവശക്തിയുള്ള ദൈവമായി തന്നെ ഞാനതിനെ കാണുന്നു. ഇതിനെ 3നെയും കൂടെ ഒന്നാക്കി കാണിക്കാമെന്ന് ചോദിച്ചാൽ ഞാൻ വായിക്കുന്ന വിശുദ്ധ ബൈബിളിൽ അതിനകത്ത് തെളിവുണ്ട്. അതോടെ ഇരിക്കട്ടെ. ഞാൻ ഇപ്പം ചോദ്യങ്ങളോ ചോദിക്കുന്ന ക്ലാസ്സുകളല്ല. അപ്പോൾ യഹോവ തന്നെയാണ് യേശുവായിട്ട് വന്നതെങ്കിൽ ധാരാളം ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ പ്രധാന ചോദ്യം ഇതാണ്: എന്നാണ് ഇനി ഈ യേശു യഹോവയിലേക്ക് തിരിച്ച് മടങ്ങുന്നത്? മടങ്ങുമോ? മടങ്ങില്ല എങ്കിൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ 2 പേരെ കാണുമല്ലോ. ഇവരിൽ ആരെ നിങ്ങൾ ആരാധിക്കും? ഇപ്പം നിങ്ങൾ പറയുന്നു പരിശുദ്ധനായ സർവശക്തിയുള്ള ദൈവമാണ് യേശു എന്ന് പറഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോൾ മാറ്റി നിർത്തേണ്ട വരുമോ? ശരി. വചനത്തിൽ പറയുമ്പോൾ ഒടുവിലത്തെ ശത്രുവായ മരണത്തെയും നീക്കിയിട്ട് ഈ പുത്രൻ താനും പിതാവിന് കീഴടങ്ങിയിരിക്കും. അത് രണ്ടും ഒരാളാണെങ്കിൽ ഇത് എങ്ങനെയാണ് ഒരാൾ ആ ആൾക്ക് തന്നെ കീഴടങ്ങിയിരിക്കുന്നതെന്നൊന്ന് പറഞ്ഞു തന്നാൽ അത് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു കാര്യം സത്യമായി ഇപ്പോൾ ഉള്ളിൽ പയ്യെ തെളിഞ്ഞു തുടങ്ങിയില്ലേ? യഹോവ തന്നെയല്ല യേശു. യഹോവ വേറെ, യേശു വേറെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, ഇപ്പം എത്ര ദൈവമുണ്ട്? പറഞ്ഞു, എത്ര ദൈവമുണ്ട്? അച്ഛന് മറുപടി തരാമെങ്കിൽ ഞാൻ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഇനി ആശയങ്ങൾ ഒത്തിരി ഉണ്ട് അച്ഛാ, വളരെ ആശയങ്ങളുണ്ട് ചോദിക്കാനായിട്ട്. യേശു സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് പറഞ്ഞു, ഞാൻ പോകുക, എന്നിട്ട് മറ്റൊരു കാര്യസ്ഥനെ ഞാൻ അയക്കാം. ഞാനല്ല, യേശുനാമക്കാർ പറയും പോലെ ഞാൻ പോയി വേറെ റോളിൽ വരാമെന്നല്ല പറഞ്ഞത്. ഈ മിമിക്രിയിലൊക്കെ കാണാറില്ലേ, ഒരാൾ സ്റ്റേജിൽ വന്ന് നിൽക്കുന്നു, അങ്ങോട്ട് നിന്ന് തിരിയുന്നു, എന്തൊക്കെ മേക്കപ്പ് ചെയ്യുന്നു, ഇങ്ങോട്ട് തിരിയുന്നു, മോഹൻലാലായിട്ട് വരുന്നു, ജനച്ചൻ്റെ കയ്യടി കഴിയുമ്പോൾ വീണ്ടും പുറകോട്ട് തിരിയുന്നു, കണ്ണാടി എടുക്കുന്നു, യാതൊക്കെ കാണിക്കുന്നു, രജനീകാന്തായി തിരിച്ചു വരുന്നു. ആളെല്ലാം ഒന്ന് തന്നെയാണ്. ഇതേപോലെ യഹോവ തന്നെ ആദ്യം യേശുവായി വന്നു, ആ യേശു വീണ്ടും സ്വർഗത്തിൽ പോയി പരിശുദ്ധാത്മാവായി വരുന്നു. ഇതെന്തിനാണ് ഈ റോൾ ഇങ്ങനെ കളിക്കുന്നത്? ഇനി ഇവർ മൂന്നാണെന്നുള്ള തെളിവ് ഞാൻ തരട്ടെ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം വായിക്കുക. അവിടെ പറയുന്നു, ജയിക്കുന്നവന് ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമവും എൻ്റെ പിതാവിൻ്റെ നഗരമാകുന്ന യെരുശലേമിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും എഴുതും. ഇതെന്തിനെ പുതിയ നാമം വന്നേ? പുതിയ നാമം എന്തിനു വന്നു? രണ്ടും ഒരാളാണെങ്കിൽ എൻ്റെ പിതാവിൻ്റെ നാമം എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത് രണ്ടും ഒരാളാണെങ്കിൽ പിതാവിൻ്റെ നാമം എന്ന് പറഞ്ഞിട്ട് പിന്നെ എൻ്റെ പുതിയ നാമം എന്ന് പറയണോ? പിതാവാകുന്ന എനിക്ക് പുതിയ നാമം എന്നല്ലേ എഴുതി വെക്കണ്ടേ? തന്നെ വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവരുടെ നെറ്റിയിൽ പിതാവിൻ്റെ നാമവും എൻ്റെ നാമവും, അത് പുതിയ നാമമാട്ടോ, പുതിയ നാമമാണ്. യേശുവിന് എത്ര നാമം ആധികാരികമായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, അവൻ യഹൂദയുടെ സിംഹമാണ്, അവൻ അറക്കപ്പെട്ട കുഞ്ഞാടാണ്, അവൻ പാറയാണ്, അങ്ങനെ ഒത്തിരി വിശേഷണ പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും പേര് പലതുണ്ട്. പേരായി അത് സ്ഥാനപ്പേരുമുണ്ട്. അല്ലാതെ ഇപ്പോൾ ഒരാൾ മോഹനൻ എന്ന് പറയുന്ന ഒരു വ്യക്തി SI ആണെങ്കിൽ സബ് ഇൻസ്പെക്ടർ എന്നുള്ളത് സ്ഥാനപ്പേരാണ്, പക്ഷെ മോഹനൻ എന്ന് പറയുന്ന ആളുടെ പേരാണ്. എന്നതുപോലെ തരം തിരിച്ച് പഠിച്ചാൽ ധാരാളം കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാനാവും. അപ്പോൾ ഇവിടെ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിലേക്ക് വരുന്നു.
അവൻ എഴുതിയിട്ടുള്ളൊരു നാമവുമുണ്ട്, അത് അവനല്ലാതെ ആർക്കും അറിയില്ല. യേശു എന്നുള്ള പേര് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ക്രിസ്തു എന്ന് വിളിക്കുന്ന സ്ഥാനപ്പേരുണ്ട്, അതും നമുക്കറിയാം. ഇനി അവനെ കർത്താവ് എന്ന് ഏറ്റുപറയേണ്ട സമയമുണ്ട്, ഫിലിപ്പിയർ 2:11, അതും നമുക്കറിയാം. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്ന കർത്താവും നമുക്കറിയാം, യേശുവും നമുക്കറിയാം, ക്രിസ്തുവും നമുക്കറിയാം. ആർക്കും അറിയില്ലാത്തൊരു നാമം വരാൻ പോകുക. അന്നും പിതാവിൻ്റെ നാമത്തിനൊരു മാറ്റവുമില്ല. വെളിപ്പാട് 3:12 പിതാവിൻ്റെ നാമവും പിന്നെ യെരുശലേമിൻ്റെ നാമവും എൻ്റെ നാമവും. അപ്പോൾ യെരുശലേമിൻ്റെ നാമത്തിനും മാറ്റം വരുന്നില്ല, പിതാവിൻ്റെ നാമത്തിനും മാറ്റം വരുന്നില്ല, എൻ്റെ നാമത്തിന് മാറ്റം വരും. അപ്പോൾ യേശുനാമക്കാരെന്നാലോട്ട് ചുറ്റുന്നേ, അയ്യോ ഇതിനെ കണ്ടൊരു മാറ്റം വരും ഇടയ്ക്ക്, ഞങ്ങൾ ഇതിൻ്റെ മാറ്റം വരികയെന്നോർത്തുകൊണ്ടാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റ ഞങ്ങൾ പോയി, ഞാൻ നാമമൊന്നും അല്ലടാ ശരിയായ നാമം ഇതാണെന്ന് പറഞ്ഞ് ഞങ്ങൾ വീണ്ടും കൊണ്ട് മുക്കി ഇത്ര ആക്കിയിട്ട് ഇപ്പോൾ പറയുകയാണ് യോഹന്നാനെ ഈ നാമത്തിനും മാറ്റം വരുമെന്ന്. ഇനി ഞങ്ങൾ എങ്ങനെയാണ് പെന്തക്കോസ്തുകാരുടെ മുഖത്ത് നോക്കുന്നത്? അങ്ങനെ ഒരു ഘട്ടം വരാൻ പോക്കിയ. അപ്പോൾ ആ വാക്യം നമ്മളെ പഠിപ്പിച്ചത് ഇവർ 3 പിന്നെ പഴയ നിയമത്തിലേക്ക് വരട്ടെ. അതിനു മുൻപ് മത്തായി സുവിശേഷത്തിൻ്റെ 22-ാം അധ്യായത്തിൻ്റെ 43 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ യേശു ക്രിസ്തുവിനെ അവിടെ ഒരു തേർഡ് പേഴ്സൺ പോലെ പരിചയപ്പെടുത്തുന്നുണ്ട്. യേശുവായിട്ടല്ല പറയുന്നത്. ഈ തെളിവ് പറയാം, ദാവീദ് അവനെ ആത്മാവിൽ കർത്താവെന്ന് വിളിച്ചിട്ടുണ്ടല്ലോ. ശരിക്കും വായിച്ച് വിട്ടപ്പോൾ ഈസിയാണ്, ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഇതൊക്കെ കണ്ടെത്തുന്നത്. അവൻ ദാവീദിൻ്റെ സന്തതിയാണെന്ന് പറയുന്നുവെങ്കിൽ ദാവീദ് അവനെ ആത്മാവിൽ കർത്താവ് എന്ന് വിളിച്ചെന്തിനാ? അതിൻ്റെ വിശദീകരണം ഇതാണ്, അവൻ്റെ കർത്താവാണെങ്കിൽ പിന്നെ അവൻ്റെ സന്തതിയാകുന്നത് എങ്ങനെയാണ്? അപ്പോൾ യേശു ഇവിടെ പറഞ്ഞു വരുമ്പോൾ ദാവീദ് അവനെ ആത്മാവിൽ കർത്താവേന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവൻ്റെ സന്തതിയാകുന്നത് എങ്ങനെയാണെന്നാണ് ചോദ്യം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യേശുവിനോട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണെന്ന് കരുതുക, ക്ഷമിക്കണം. മത്തായി തൻ്റെ സുവിശേഷം എഴുതിയപ്പോൾ അബ്രഹാമിൻ്റെ സന്തതിയായ ദാവീദിൻ്റെ സന്തതിയായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലിന്ന് എഴുതിയപ്പോൾ പരിശുദ്ധാത്മാവ് എന്തുകൊണ്ട് വിലക്കിയില്ല? ദാവീദിൻ്റെ സന്തതിയല്ല യേശു ക്രിസ്തു. ദാവീദ് ക്രിസ്തുവിനെ കർത്താവേ വിളിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ എങ്ങനെയാണ് സന്തതിയാകുന്നത് ചോദിച്ചു. എന്തുകൊണ്ട് മത്തായി ഇത് എഴുതിയപ്പോൾ പരിശുദ്ധാത്മാവ് വിലക്കിയില്ല? ന്യായമായ ചോദ്യമാണ് ഞാൻ ചോദിച്ചു വിടുന്നത്. മാത്രമല്ല, ഈ ഒരു കുരുടനായ മനുഷ്യൻ നിന്ന് യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ ഉണ്ടാകണമെന്ന് പറഞ്ഞപ്പോൾ യേശുവോടെ നിന്നു. സത്യത്തിൽ യേശു എനിക്ക് പറഞ്ഞത്, നിന്നോട് ആരോടെ പറഞ്ഞത് ദാവീദ് പുത്രനാന്ന്? ദാവീദ് എന്നെ ആത്മാവിൽ കർത്താവ് എന്ന് വിളിച്ചിട്ടില്ലേ, പിന്നെ ഞാനെങ്ങനെ അവൻ്റെ പുത്രനാകുന്നേ? ഇതല്ലായിരുന്നു ചോദിക്കണ്ടേ. എന്തുകൊണ്ട് ചോദിച്ചില്ല? അച്ഛാ ഇതിന് മറുപടി പറയണം കേട്ടോ. പെന്തക്കോസ്തുകാർക്ക് വചനം അറിയില്ല എന്ന് പറഞ്ഞ അച്ഛൻ ഇതിന് മറുപടി പറയണം. ഇനി ദാവീദ് ആത്മാവിൽ വിളിച്ചത് എവിടെയാണെന്നറിയാമോ? 110-ാം സങ്കീർത്തനത്തിൽ. വരിക അങ്ങോട്ട്, അവിടുത്തെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കർത്താവ് എൻ്റെ കർത്താവിനോട്, ഇത് പറയുന്ന ദാവീദാ, ദ ലോർഡ് സെഡ് ടു മൈ ലോർഡ്, കർത്താവ് എൻ്റെ കർത്താവിനോട് പറയുന്നു. അപ്പോൾ 2 പേരായില്ലേ? ഈ ദാവീദ് പറയുന്നതല്ല, സങ്കീർത്തനക്കാരനായ ദാവീദ്, ഇസ്രായേലിൻ്റെ 2-ാമത്തെ രാജാവായിരുന്ന ദാവീദ്. അല്ലാതെ അടിമാലക്കാരൻ ദാവീദ് പറഞ്ഞിട്ട് എന്നോട് ചോദ്യം ചോദിക്കേണ്ട. ഇസ്രായേലിൻ്റെ 2-ാമത്തെ രാജാവായത് ആ ദാവീദിനോട് ചോദിക്കുക. കർത്താവ് എൻ്റെ കർത്താവിനോട്. ദാവീദേ ഇപ്പം എത്ര കർത്താവുണ്ട്? എന്നിട്ട് അടുത്ത വാക്യം വായിച്ചു വാ, താഴോട്ട് വായ. 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിൻ്റെ വലത്തു ഭാഗത്തിരിക്കുന്ന കർത്താവ്. അപ്പം എത്രയായി? കർത്താവ് എൻ്റെ കർത്താവിനോട് പറയുക, നിൻ്റെ വലത്തു ഭാഗത്തിരിക്കുന്ന. ഇപ്പം 3 പേരായില്ലേ? ചേട്ടാ, പെന്തക്കോസ്തുകാർ പറയുന്നതിൽ എന്തൊക്കെയോ കാര്യമുണ്ട് ഇല്ല അച്ഛാ? വെറുതെ അല്ല, അവർ ബൈബിളൊക്കെ ശരിക്കും വായിച്ചിട്ടുണ്ട്, ശ്രദ്ധയോടെ വായിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് ആത്മാവിൽ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആയിരുന്നു പെന്തക്കോസ്തുകാർ. ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നല്ലേ ഇപ്പോൾ ഉള്ളിൽ പറയുന്നേ. എന്നാൽ ഞാൻ പറയാച്ചാ, അവിടെ 3 കർത്താവുണ്ട്. ചോദിക്കരുത് 3 ദൈവങ്ങളുണ്ടോ എന്നോട് ചോദിച്ചാൽ യേശു പറഞ്ഞ വാക്ക് ഞാൻ കൊണ്ടുവരും.
ഞങ്ങൾ വന്ന് അവനോട് കൂടി പാർക്കും. എന്തിനാ യേശു അങ്ങനെ പറഞ്ഞേ? ഞാനും പിതാവ് ഒന്നല്ലേ? അപ്പം ഞാൻ വന്ന് പാർക്കുമെന്ന് പറഞ്ഞാൽ പോരെ? എന്തിനാ ഞങ്ങളായത്? ഈ ഇങ്ങളൊത്തൊരു പ്രശ്നം ഉണ്ടാക്കുന്ന സാധനമാണ് അത്. ഞാൻ എന്നുള്ളിടത്ത് ഇൻ മാറ്റിയിട്ട് ഇങ്ങൾ വന്നപ്പോൾ കുഴപ്പമില്ല. അത് ദൈവം എന്നുള്ളിടത്തുള്ള പൂജ്യം മാറ്റിയിട്ട് ഇങ്ങൾ വരുമ്പോൾ പ്രശ്നമായി. പഠിക്കണം, വചനം പഠിക്കണം. എങ്ങനെ പഠിക്കണം? സായിപ്പന്മാരുടെ പുസ്തകമൊക്കെ മാറ്റി വയ്ക്കുക, എന്നിട്ട് മുട്ടുകുത്തി ദൈവത്തോട് ചോദിക്കുക. പരിശുദ്ധാത്മാവ് ഗ്രഹിപ്പിക്കും. ദൈവത്തെക്കുറിച്ചുള്ള വിധി എഴുത്തൽ പഠിക്കലിൻ്റെ അടിസ്ഥാനത്തിലല്ല, അത് പ്രാപിച്ചിട്ട് വേണം. ഉദാഹരണം, അതിൻ്റെ തെളിവ് കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുക. ചോദ്യങ്ങൾ ധാരാളം ചോദിക്കാൻ കിടപ്പുണ്ട്. യേശുനാമക്കാരോട് ഞാൻ മാസങ്ങളോളം ചോദിച്ച ചോദ്യത്തിൻ്റെ വലിയൊരു കൂമ്പാരം തന്നെ കിടക്കുക, വലിയ കൂമ്പാരം. അതായത് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ 1-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ, യോഹന്നാൻ്റെ 2 ശിഷ്യന്മാരായിരുന്നു. അതിലൊരാളുടെ പേര് പറയുന്നുണ്ട് അന്ത്രയോസ്, മറ്റേ ശിഷ്യനെന്ന് മാത്രമേ പറയുന്നുള്ളൂ, പേരില്ല. ഇവർ 2 പേര് നിൽക്കുമ്പോൾ സ്നാപക യോഹന്നാൻ പറഞ്ഞു, ദാ പോകുന്നു ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ആശയം മനസ്സിലായി, അവൻ ക്രിസ്തുവാണെന്ന്. ഉടനെ ചെന്നു, ഗുരു നീ എവിടെ പാർക്കുന്നു? യേശു പറഞ്ഞു, വന്ന് കാൺമിൻ. 2 നാൾ കൊണ്ട് അന്ത്രയോസും കർത്താവിനോട് പാർത്തിട്ട് അന്ത്രോസ് തൻ്റെ സഹോദരനായ പത്രോസിനോട് പറയുന്നു, ഞാൻ ക്രിസ്തുവിനെ കണ്ടെത്തി. ആരെ കണ്ടെത്തി? ക്രിസ്തുവിനെ കണ്ടെത്തി. യോഹന്നാൻ എന്തോന്നാ പറഞ്ഞ്? ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. 2 ദിവസത്തെ സഹവാസം കൊണ്ട് ആ കുഞ്ഞാട് തന്നെയാണ് ക്രിസ്തു എന്ന് ആര് തിരിച്ചറിഞ്ഞു? അന്ത്രയോസ് തിരിച്ചറിഞ്ഞു. ആ അന്ത്രയോസ് പത്രോസിനോട് പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനെ കണ്ടെത്തി. ഉടനെ തന്നെ ആ വാക്ക് കിട്ട അന്ത്രയോസിനോട് കൂടി ചേർത്ത് ഇരുവരും യേശുവിൻ്റെ അടുക്കൽ ചെന്നു. യേശുവിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ പത്രോസിന് കാര്യം മനസ്സിലായി, ഇവൻ തന്നെയാണ് ക്രിസ്തു. ഇനി ന്യായമായിട്ടൊന്ന് ചിന്തിക്കുക. ഇപ്പോൾ ഈ യേശു ആരാണെന്നുള്ള ധാരണയിലാണ് പത്രോസ് യേശുവിൻ്റെ അടുക്കൽ നിന്ന് പോരുന്നത്. ക്രിസ്തുവാന്നുള്ള ധാരണ ഇതാര് പറഞ്ഞു കൊടുത്തു? തൻ്റെ സഹോദരനായി അന്ത്രയോസ് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇവരിൽ 2 പേരിൽ ആരാണ് താൻ ക്രിസ്തുവാണെന്നറിഞ്ഞത്? ആരാ? അന്ത്രയോസ് ആണല്ലോ, ശരിയല്ലേ? അന്ത്രയോസിന് എങ്ങനെ കിട്ടിയ അറിവ്? യോഹന്നാനിൽ നിന്ന് കിട്ടി. യോഹന്നാൻ എങ്ങനെ കിട്ടിയ അറിവ്? ദൈവം പറഞ്ഞു, പരിശുദ്ധാത്മ ഇങ്ങനെ പ്രാവെന്ന പോലെ ഇറങ്ങി വരുന്നവൻ ആരെ നീ കാണുന്നു അവനാണ് കക്ഷി. അപ്പോൾ വെളിപ്പാടിൽ യോഹന്നാൻ കണ്ടു, യോഹന്നാൻ്റെ വാക്കുകളിൽ അന്ത്രയോസ് അറിഞ്ഞു, അന്ത്രയോസിൻ്റെ വാക്കുകളിൽ പത്രോസ് അറിഞ്ഞു. ശരിയല്ലേ? ശരിയാ. എന്നാൽ അധ്യായങ്ങൾ 1 കഴിഞ്ഞ് 2 കഴിഞ്ഞ് അങ്ങനെ 16-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതേ ശിഷ്യന്മാർ കൂടി നിൽക്കുന്ന സദസ്സിൽ യേശു ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു? പത്രോസ് ചാടിക്കയറി പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആണ്. ഉടനെ കർത്താവ് പറഞ്ഞു, പത്രോസേ, ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തി തന്നത്, നിനക്ക് വെളിപ്പെടുത്തുന്നത് പിതാവത്രേ. അന്ത്രയോസിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ പറയും, കർത്താവെ വെളിപ്പാട് ചീറ്റിപ്പോയി, സ്വർഗത്തിലെ പിതാവല്ല അങ്ങ് ക്രിസ്തുവാണെന്ന് പറഞ്ഞു കൊടുത്തത് ഞാനാ. അപ്പോൾ എന്നോട് ചോദിക്കും, നിനക്ക് എവിടുന്ന് അറിവ് കിട്ടിടാ? യോഹന്നാൻ പറഞ്ഞു. അപ്പോൾ യോഹന്നാനെ വിളിക്കും, യോഹന്നാനെ നിനക്ക് എവിടുന്ന് അറിവ് കിട്ടിടാ? അന്നിങ്ങനെ പറഞ്ഞു, പ്രാവ് പോലെ പരിശുദ്ധാത്മാവ് ആരുടെ മേലെ ഇറങ്ങി വരുന്നു, അത് ഞാൻ കണ്ടായിരുന്നു. ഓക്കെ, യോഹന്നാൻ പൊക്കോ, നീ കണ്ടത്, ഈ വെളിപ്പാട് കണ്ടതാ. അന്ത്രോസ് അവിടെ നിൽക്ക്, നീ അവൻ്റെ വായിൽ നിന്ന് കേട്ടതല്ലേ? പത്രോസ് അവിടെ നിൽക്ക്, നീ അവൻ്റെ വായിൽ നിന്ന് കേട്ടതല്ലേ? ഇവിടെയാണ് സംഭവത്തിൻ്റെ പോക്ക്. അവിടെ കർത്താവ് ഈ അന്ത്രയോസ് പറഞ്ഞു കൊടുത്തത് കേൾക്കാഞ്ഞിട്ടോ അറിയാഞ്ഞിട്ടൊന്നുമല്ല. ഈ യേശു എന്നുള്ളത് മനുഷ്യജന്മമായി ഭൂമിയിലെ സ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ ആ സ്ഥാനമില്ല കേട്ടോ. അതിൻ്റെ വിശദീകരണമൊക്കെ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞ വെളിപ്പാട് പുസ്തകത്തിൽ അവന് പുതിയൊരു പേര് വരും എന്ന് പറയാനുള്ള കാരണം അതാണ്. എന്നാൽ ക്രിസ്തു എന്നുള്ള സ്ഥാനം സ്വർഗത്തിലാണ്. കാരണം 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം പഠിക്കുക. അവൻ നമുക്ക് വേണ്ടി കുഞ്ഞുങ്ങൾ ദൈവമക്കൾക്ക് വരുന്ന പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ക്രിസ്തു എന്നുള്ള പദവിയിൽ നിന്നുള്ള ശുശ്രൂഷ താൻ അവിടെ ചെയ്യുന്നു. എന്നാൽ രക്ഷകൻ എന്നുള്ള പദവിയിൽ നിന്നുള്ള ശുശ്രൂഷ ഭൂമിയിൽ ചെയ്യുന്നു. ക്രിസ്തു എന്ന് പറഞ്ഞ് ഭൂമിയിൽ ശുശ്രൂഷയില്ല, രക്ഷകൻ എന്നും പറഞ്ഞ് സ്വർഗത്തിലും ശുശ്രൂഷയില്ല. വ്യക്തമാകുന്നുണ്ടല്ലോ അല്ലേ?
പ്രാർത്ഥനയോടുകൂടി ഇരിക്കുന്നുവെങ്കിൽ വ്യക്തമായി മനസ്സിലാക്കാം. അപ്പോൾ ക്രിസ്തു എന്നുള്ള പദവി സ്വർഗീയ പദവി ആയതുകൊണ്ട്, അതിൻ്റെ ശുശ്രൂഷയും സ്വർഗത്തിൻ്റെ ശുശ്രൂഷ ആയതുകൊണ്ട് അത് പഠിക്കേണ്ട കാര്യമല്ല അന്ത്രയോസേ, ഇത് പ്രാപിക്കേണ്ട കാര്യമാണ്. നിന്നിൽ നിന്ന് നിൻ്റെ സഹോദരൻ കേട്ടു പഠിച്ചു. നീ പറഞ്ഞു കൊടുത്തതൊക്കെ ഞാനും കേട്ടായിരുന്നു. നിൻ്റെ വാക്ക് കേട്ട് പത്രോസ് വന്നത് ഞാൻ അറിഞ്ഞായിരുന്നു. പക്ഷേ എനിക്ക് പഠിച്ചതല്ല വേണ്ടത്, പ്രാപിച്ചത് വല്ലതുകൊണ്ട്. അതാണല്ലോ ശൗലിനെ പൗലോസാക്കിയത്. എന്തിനാ ശൗലിനെ പൗലോസാക്കിയത്? ശൗലിൻ്റെ കൂടെ പഠിച്ചതേ ഉള്ളൂ, പക്ഷേ പൗലോസിൻ്റെ കൂടെ പ്രാപിച്ചതേ ഉള്ളൂ. ഇതാണ് നമ്മുടെ വ്യത്യാസം. പത്രോസിന് ചെറിയ ചമ്മലും, അന്ത്രോസിൻ്റെ മുഖത്തേക്ക് നോക്കും, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കും. കർത്താവിന് അബദ്ധം പറ്റിയോ, ഇവനാണല്ലോ എന്നോട് പറഞ്ഞേ അങ്ങ് ക്രിസ്തുവാണെന്ന്. അപ്പോൾ ഈ പരമ്പര കണ്ടപ്പോൾ ഈ അന്ത്രോസിൻ്റെ കണ്ണിൽ നോക്കും, യേശുവിൻ്റെ കണ്ണിട്ട് നോക്കും. ഇപ്പോൾ യേശുവിന് കാര്യം മനസ്സിലായി. യേശു പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, നീ ശാന്തമാക്കുക, നീ വിഷമിക്കണ്ട, നിൻ്റെ സഹോദരനല്ലേ, അല്ല നീ അവൻ്റെ കയ്യിൽ നിന്ന് കേട്ട് പഠിച്ചതൊക്കെ അവിടെ വയ്ക്ക്, നീ പ്രാപിച്ചതിനെ ഞാൻ അംഗീകാരം തരുന്നുള്ളൂ. വീണ്ടും പറയുന്നു, നീ അവിടുന്ന് പഠിച്ചതൊക്കെ ഉണ്ട് മാറ്റിവെക്ക്, പ്രാപിച്ചത് വല്ലതും ഉണ്ടോ? നീ അവിടെ പോയി ഏതാണ്ടൊക്കെ ഡിഗ്രി ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു, അത് കുഴപ്പമില്ലിരുന്നോട്ടെ, പക്ഷേ എൻ്റെ മുന്നിൽ വരുമ്പോൾ പ്രാപിച്ചത് വല്ലതും ഉണ്ടോ? പഠിക്കാൻ കഴിഞ്ഞവർക്ക് ഓർത്ത് ഞാൻ അവർക്ക് കൺഗ്രാജുലേഷൻ അറിയിക്കുന്നു. നിങ്ങളുടെ ഭാഗ്യത്തെ ഓർത്ത് നിങ്ങൾക്ക് അത്ര പഠിക്കാൻ കഴിഞ്ഞല്ലോ, അതിനൊക്കെ ഒരു അവസരം കിട്ടിയല്ലോ, ഞാൻ അതിനെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു, ഞാൻ ഒട്ടും പുച്ഛമായി കാണുന്നില്ല. പക്ഷേ കർത്താവ് പത്രോസിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ പഠിച്ചതൊക്കെ അവിടെ വയ്ക്ക്. ഏത് കേട്ടു പഠിച്ചില്ലേ അതൊക്കെ കൊണ്ട് വയ്ക്ക്. സ്വർഗത്തിൽ നിന്ന് അപ്പൻ്റെ മുമ്പിൽ നിന്ന് പ്രാപിച്ചില്ലേ, അതാണ് നിന്നെ അംഗീകരിക്കാൻ കാരണം. പൗലോസിനോട് പറയുക, പൗലോസേ, നീ ആ ഗമാലിയലിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കുറേ പഠിച്ചില്ലേ, അതവിടേക്ക് വയ്ക്ക്, എന്നിട്ട് ഇങ്ങോട്ട് വാ, പ്രാപിച്ചിട്ട് വല്ലതും പറ. കാര്യം മനസ്സിലായോ? ഈ പൗലോസിനെ പഠിക്കാൻ കിട്ടുന്നത് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുക. അന്ത്രോസിൽ നിന്ന് കേട്ട് പഠിക്കാൻ പത്രോസിന് അവസരം കിട്ടിയത് ഭാഗ്യമായിട്ട് ഞാൻ കാണുക. എവിടെയെങ്കിലും പോയി ഡിഗ്രിയോ ഡോക്ടറേറ്റൊക്കെ എടുക്കാൻ പറ്റിയെങ്കിൽ ഭാഗ്യമായിട്ട് ഞാൻ അംഗീകരിക്കുക. പക്ഷെ ദൈവം മുൻപാകെ അവൻ്റെ വേല ചെയ്യുമ്പോൾ കർത്താവ് പറയുന്നു, പഠിച്ചതൊക്കെ ഇച്ചിരി നേരം മാറ്റി വെക്കണ, എന്നിട്ട് പ്രാപിച്ചിട്ട് വല്ലതും പറ. അപ്പം ഞാൻ എൻ്റെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുക. ചിന്തകൾ പറഞ്ഞാൽ മണിക്കൂറോളം നീണ്ടുപോകും. താല്പര്യമുള്ളവർക്ക് ഒരു പക്ഷേ എങ്കിൽ കേട്ടിരിക്കാൻ രസം തോന്നും. പക്ഷേ എല്ലാത്തിനും ഒരു പരിമിതിയില്ലേ? നിങ്ങളുടെ സമയത്തെ ചൂഷണം ചെയ്യുന്നതിന് ഒരു പരിമിതിയില്ലേ? അപ്പോൾ അതുകൊണ്ട് ദൈവനാമത്തിൻ്റെ ക്ഷമ ചോദിച്ചുകൊണ്ട് പറയുകയാണ്, എനിക്ക് ചില സത്യങ്ങൾ തുറന്നു പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇനിയുള്ള കാലം അത് പറഞ്ഞിരിക്കണം, വേദികളിൽ നിന്ന് വിളിച്ചു പറയണം. കർത്താവിന് വേണ്ടി എന്തു പറയണം? സ്വർഗത്തിൽ നിന്ന് പ്രാപിച്ച ദൂതുകൾ പറയണം. അപ്പോൾ ഇനിയുണ്ട് ഒത്തിരി ചോദ്യങ്ങൾ. യഹോവ തന്നെയാണ് യേശുവായിട്ട് വന്നതെങ്കിൽ ആ ചോദ്യങ്ങൾക്ക് മറുപടി, ഇനി അതല്ല ഇത് മൂന്നാണെങ്കിൽ ഈ ചോദ്യങ്ങൾക്ക് മറുപടി ആകെ ചുറ്റും. ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. അച്ഛനിതിന് മറുപടി തരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയും വളരെ സ്നേഹത്തോടു കൂടി ആകാംക്ഷയോടു കൂടി ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.